Hello Makkals, welcome back to Sala Learning. It's me Sri Bhama SB. എടാ മക്കളെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വെൽക്കം ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്ന പോലെ നമ്മുടെ സ്കൂൾ ഡേയ്സ് ഇതാ വീണ്ടും നിങ്ങളിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണല്ലേ. പുതിയൊരു വർഷമായിട്ട്, പുതിയ കുറെ ഫ്രണ്ട്സ് ആയിട്ട്, പുതിയ കുറെ സിലബസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് ഇതാ നമ്മുടെ 6ാം ക്ലാസ് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. സ്കൂളൊക്കെ തുറന്നു, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് സ്കൂളിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇനി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മൾ സ്കൂളൊക്കെ തുറന്നു, ശരിയാണ്. ഇപ്പൊ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ല. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണല്ലോ. ടെക്സ്റ്റ് ബുക്കുകൾ ചേഞ്ചുകൾ വന്നു, ആൻഡ് അതുപോലെ പുതിയ ടീച്ചേഴ്സ് ആയിരിക്കാം, പുതിയ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പൊ ആകെ മൊത്തം ജഗബൊഗയാണല്ലേ. ഞാൻ എങ്ങനെ ഇതൊക്കെ ഒന്ന് റെഡി ആക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്റെ മിസ് വന്നിട്ടുള്ളത്. സോ 6ാം ക്ലാസ്സില് ഈ ഒരു പ്രാവശ്യത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ആണ്. നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വന്ന് തുടങ്ങിയിട്ടില്ല. പല സ്കൂളുകളും കിട്ടിയിട്ടേ ഉണ്ടാവില്ല, കിട്ടി വരുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് തന്നെ ഈ ഒരു വർഷം എങ്ങനെയാ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ ഒന്നുമില്ല, ബെസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ചെയ്താൽ മതി. പുതിയൊരു വർഷമാണ്, സോ പുതിയൊരു സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തില് തുടക്കത്തില് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളൊരു ഐഡിയ ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. ക്ലാസ്സിലായിക്കോട്ടെ, ഒരു ടോപ്പർ ആവാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനോ, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ അടിപൊളിയായിട്ടുള്ള ഒരു മിടുക്കൻ സ്റ്റുഡന്റോ മിടുക്കി സ്റ്റുഡന്റോ ആവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പരിപാടിയാണ്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി നമുക്കറിയാം, മഴയോ മഴ അല്ലെ. മഴയും കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ കൊടകളും കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് നിങ്ങൾ സ്കൂളിൽ കൊണ്ടുപോവുക. സ്കൂള് തുറന്നു എന്താ പറയാ സ്കൂളിലോട്ട് പോയി ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങൾ മറന്നു പോവാതിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ കൊട കാര്യങ്ങള്, നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ വൃത്തിക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ മക്കളെ കൊണ്ടുപോകണം കേട്ടോ. കാരണം ഈ മഴക്കാലത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് അസുഖങ്ങളാണ്. പെട്ടെന്ന് ഡിസീസസ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അസുഖം വന്ന് ഫസ്റ്റ് വീക്ക് തന്നെ കിടക്കണോ അതോ ആരോഗ്യപൂർണ്ണമായിട്ടിരിക്കണോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുക. നിങ്ങൾ തന്നെ ശ്രദ്ധിക്കാറുണ്ടാവുള്ളൂ. നിങ്ങൾ കുഞ്ഞു മക്കളാണെന്നൊന്നും ആരും വിചാരിക്കില്ല. കാരണം നമുക്ക് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് മക്കൾ ഉണ്ടായിരിക്കും, നിങ്ങളെപ്പോലെ ഒരുപാട് പിള്ളേരുണ്ടായിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാ, നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അസുഖങ്ങളൊന്നും വരാത്ത രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, നല്ല രീതിയിൽ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. മഴക്കാലമാണ്, വെള്ളം കുടിക്കാതിരിക്കാനുള്ള ടെൻഡൻസി ഒക്കെ വരും, സ്വാഭാവികം. ബട്ട് സ്റ്റിൽ നിങ്ങൾ വെള്ളം കുടിച്ചിരിക്കണം. അതുപോലെ തന്നെ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, അപ്പൊ ബുക്സ് ആണെങ്കിൽ ബുക്സ്, ആൻഡ് ടിഫിൻ ആണെങ്കിൽ ടിഫിന്, അതുപോലെ തന്നെ കുട, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാഗിൽ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂളിലോട്ട് പോവുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കുക. നിങ്ങൾ ചെയ്യുന്ന എനിക്കറിയാം, ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നന്നായിട്ട് കെയർ ചെയ്യുക. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒരു ടൈം ടേബിൾ ആണ്. സ്കൂൾ വൈസ് ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത ബുക്സും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് സെറ്റ് ആക്കുക. അപ്പൊ ടീച്ചേഴ്സ് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോരോ പീരീഡും ശ്രദ്ധിച്ചതിന്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കുക, നന്നായിട്ട് തന്നെ പഠിക്കുക. ആൻഡ് ഓരോരോ ദിവസത്തെ കാര്യങ്ങളും നിങ്ങൾക്കും ഇത് കഴിഞ്ഞ് വന്നിട്ട് ഒരു ടൈം ടേബിൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഓൺ ടൈം ടേബിൾ അല്ലെ, സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ നിങ്ങളുടെ ദിവസങ്ങൾ വെച്ച് സമയം വെച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി സെറ്റ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, റെഡി? അപ്പൊ അടുത്തത് പിന്നെ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ മെയിൻ പരിപാടി പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് മാറി എന്നുള്ള കാര്യം, സിലബസ് പുതിയതാണെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ഈ ഒരു വർഷം എങ്ങനെ മിസ്സേ പഠിക്കും. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ട് പോലുമില്ല, ഞങ്ങൾക്ക് ചിലർക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ ചാപ്റ്റേഴ്സിന്റെ അവസ്ഥ എന്താ? ബേസിക് സയൻസ് ഒക്കെ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ? ഞാൻ ബേസിക് സയൻസ് ആണ് ബേസിക്കലി എടുക്കുന്നത്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു പേടിയും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പൊ നിങ്ങളുടെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ എടുക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ അപ്പൊ കേൾക്കുക. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യാം, നമ്മുടെ ലൈവുകളും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് കാണാം. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യാം, ആദ്യം മുതലേ ഒന്ന് കഷ്ടപ്പെട്ട് പഠിക്കാം. കഷ്ടപ്പെട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അല്ലാണ്ട് കഷ്ടപ്പെട്ട് പഠിക്കാന്നല്ല, ഇഷ്ടപ്പെട്ട് പഠിക്കാം. റെഡി? അപ്പൊ ഈ കുഞ്ഞുതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നു തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ പറയുന്ന കാര്യം ക്ലിയർ ആയിട്ട് നോട്ടിൽ എഴുതി വെക്കുക. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് കേൾക്കുക. കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് തരും. നിങ്ങൾ അതൊക്കെ കാണുക, കേൾക്കുക, ക്ലിയർ ആക്കുക എന്നുള്ള കാര്യം മാത്രം ചെയ്താൽ മതി.
അപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്കിനുള്ള പേടി ഒന്നും വേണ്ട, നമ്മുടെ കൂടെ കൂടിയാൽ മതി, നമ്മൾ സെറ്റ് ആക്കും കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വജ്ര ബാച്ച് ഉള്ളത്. നമ്മുടെ 6ാം ക്ലാസ്സിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് ആണ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സുഖമായിട്ടിരുന്ന് പഠിക്കാം. നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ എല്ലാ ടീച്ചേഴ്സും ഇതേപോലെ എന്ത് ചെയ്യും, ക്ലാസ്സുകളായിട്ട് വരും, ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ് ആയിട്ട് വരും. ഒരുപാട് സമയം എടുത്ത് മനസ്സിലാക്കി തന്നെ നിങ്ങളെ പഠിപ്പിക്കും. അതുപോലെ നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻഡ് ദെൻ അതുപോലെ യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ 6ാം ക്ലാസ്സിൽ അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, ഇനിയും നന്നായിട്ട് പഠിക്കണം, പഠിച്ചത് പോരാ എന്ന് വെച്ചാൽ പുതിയതായതുകൊണ്ട് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ള ഡൗട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ഷുറായിട്ട് നിങ്ങൾക്ക് വെച്ചിട്ട് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ വജ്ര ബാച്ച്. അപ്പൊ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അഡ്മിഷൻ അപ്പൊ തന്നെ ഉറപ്പിക്കാം. അപ്പൊ എല്ലാ മക്കളെയും മാക്സിമം ജോയിൻ ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ അല്ലേടാ, റെഡി അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ട ഒരു പരിപാടി, ബി പോസിറ്റീവ് ബി സ്ട്രോങ്. നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റാത്ത പരിപാടി ഉണ്ടോടാ? ഇല്ല. നമ്മളെ കൊണ്ട് പറ്റാത്തത് ഇവിടെ ഒന്നുമില്ല. നമ്മൾ വിചാരിച്ച, നമ്മൾ കഷ്ടപ്പെട്ടാൽ നടക്കാത്തായിട്ട് ഒരു പരിപാടി ഇല്ല. സോ സ്ട്രോങ് ആയിട്ടിരിക്കുക, ഭയങ്കര അടിപൊളിയായിട്ടിരിക്കുക. നിങ്ങൾ അടിപൊളിയാണ്, അത് നിങ്ങൾ ആദ്യം വിശ്വസിക്കുക. വേറെ ആരും നിങ്ങളോടൊന്നും എന്ത് പറഞ്ഞു ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളെ വിശ്വസിക്കുക. നിങ്ങൾ അടിപൊളിയായിട്ട് ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എന്റെ എല്ലാ മക്കളും എന്ത് ചെയ്യുക, എന്റെ മുത്തുമണികൾ എല്ലാവരും അടിപൊളിയായിട്ട് ഈ ഒരു വർഷത്തിലോട്ട് കടക്കുക. ബി സ്ട്രോങ്, ബി ഹാപ്പി. സോ താങ്ക് യു സോ മച്ച്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ എന്റെ എല്ലാ മക്കളും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ കാണാടാ മക്കളെ. അതുവരേക്കും ബൈ ബൈ. സീ യു. ബൈ ബൈ.